ICC ഖുർആൻ അക്കാദമി സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഫിഖ് എക്സ്പോയിലേക്ക് സ്വാഗതം. കർമ്മശാസ്ത്രവും വിശ്വാസശാസ്ത്രവും എന്നുവേണ്ട ഇസ്ലാമിക വിജ്ഞാനങ്ങൾ എല്ലാം കേരളക്കരയിലേക്ക് എത്തിയത് അറേബ്യയിൽ നിന്ന് കപ്പൽ മാർഗം സ്വഹാബികൾ കേരളത്തിലേക്ക് എത്തിയതോടുകൂടിയാണ്. കേരളക്കരയിലേക്കുള്ള ഇസ്ലാമിന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് വിദ്യാർത്ഥിനികൾ ചുമരിൽ തീർത്തിരിക്കുന്നത്. താങ്ക് യു. ഖുർആനിലെ ഉപമയും ചിത്രത്തിൽ കാണിക്കുന്ന മരത്തിന്റെ മ്യൂറൽ, പ്രത്യേകിച്ചും ഖുർആനിലെ സൂറത്തുൽ ഇബ്രാഹിം 24-25 വചനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇസ്നി റബ്ബിഹാ ويضرب الله الأمثال للناس لعلهم يتفكرون. അള്ളാഹു നല്ല വാക്കിനെ എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് നീ കണ്ടില്ലേ? അത് ഒരു നല്ല മരം പോലെയാകുന്നു. അതിന്റെ മുരട് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാകുന്നു. മരത്തിന്റെ തായ്തടിയും വേരുകളും സത്യവിശ്വാസത്തിന്റെ അടിത്തറയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിശ്വാസിക്ക് അവന്റെ ആദർശത്തിൽ എത്രമാത്രം ദൃഢതയുണ്ടായിരിക്കണമെന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. തായ്തടി പോലെ ശക്തമായ അടിത്തറയാണ് ഏതൊരു നല്ല കാര്യത്തിനും വേണ്ടത്. ആകാശത്തേക്ക് ഉയർന്ന ശാഖകൾ. ഇത് സത്യവിശ്വാസത്തിന്റെ ഉയർന്ന ഫലങ്ങളെയും നേട്ടങ്ങളെയും കുറിക്കുന്നു. ഇഹലോകത്തെ സൽപ്രവർത്തനങ്ങൾ, സംസ്കാരം, അറിവ്, പരോപകാരം എന്നിവയെല്ലാം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ ശാഖകളാണ്. ഈ സ്ഥാപനം നൽകുന്ന അറിവും സംസ്കാരവും സമൂഹത്തിൽ ഉയർന്ന ഫലങ്ങൾ നൽകുന്നു എന്ന ആശയമാണ് ഈ ചിത്രത്തിലൂടെ നൽകുന്നത്. എല്ലായ്പ്പോഴും ഫലം നൽകുന്നത്. തുഅതി ഉകുലഹ. അതിന്റെ രക്ഷിതാവിന്റെ ഉത്തരവനുസരിച്ച് അത് എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും. നല്ല വാക്കും വിശ്വാസവും ഒരു മരം പോലെ എല്ലാ കാലത്തും എല്ലാ സാഹചര്യങ്ങളിലും അതിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ അനുമതിയോടെ നല്ല ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് ജമാഅത്തിന്റെ സെക്ഷൻ. തങ്ങൾക്ക് നുബുവത്ത് കിട്ടി 13 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ജമാഅത്ത് നിയമമാക്കിയത്. ജമാഅത്തിന്റെ വിധികൾ എന്ന് പറഞ്ഞാല് പുരുഷന്മാർക്ക് ജമാഅത്ത് ഫർദ് കിഫായയും പിന്നെ സ്ത്രീകൾക്ക് സുന്നത്തുമാണ്. പിന്നെ തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നിസ്കരിക്കുന്നതിന് 27 ഇരട്ടി പ്രതിഫലം കൂടുതലാണ്. ഇതാണ് വീട്ടിലെ ജമാഅത്ത്. വീട്ടില് ഉപ്പ, ഉമ്മ, ആൺമക്കൾ, പിന്നെ പെൺമക്കൾ ഞാനുണ്ടാവാം. ഫസ്റ്റ് ഉപ്പ. പുരുഷന്മാരുണ്ടാവുന്ന സമയത്ത് സ്ത്രീകൾ ഇമാമക്കാൻ പാടില്ല. ഇവിടെ ഉപ്പക്കും മകനും ഇമാമക്കാം. നമ്മളവിടെ ഉപ്പരാണ് ഇമാം എത്തിയിട്ടുള്ളത്. പിന്നെ ഇമാമിന്റെ വേക്കില് പുരുഷന്മാര്, അതിന്റെ വേക്കില് സ്ത്രീകൾ. ഈ ഓർഡറിലാണ് നിൽക്കേണ്ടത്. ഇത് പള്ളിയിലെ ജമാഅത്ത്. പള്ളിയിലെ ജമാഅത്ത് പറഞ്ഞാൽ ആദ്യം ഇമാമിന്റെ നേരെ വീട്ടിലായിരിക്കണം മാമൂമ വയ്ക്കേണ്ടത്. ഈ ഒന്നാമത്തെ മാമൂമിന്റെ ഇപ്പുറത്തായിരിക്കണം ഇനി വരുന്ന രണ്ടാമത്തെ മാമൂമ വയ്ക്കേണ്ടത് വലത് ഭാഗത്ത്. ഒന്നാമത്തെ മാമൂമിന്റെ ഇടത് ഭാഗത്തായിരിക്കണം മൂന്നാമതായി വരുന്ന മാമൂമ നിൽക്കേണ്ടത്. ഇങ്ങനെ തുടർച്ചയായി. ഇത് സ്ത്രീകളുടെ ജമാഅത്താണ്. സ്ത്രീകളുടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മുഅ്മിന്റെ മടമ്പ് ഇമാമിനെ തൊട്ട് പിന്നിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആദ്യം ഒന്നാള് ഇമാമിന്റെ വലത് ഭാഗത്തും പിന്നീട് ഒന്നാള് ഇമാമിന്റെ ഇടത് ഭാഗത്തുമാണ് നിൽക്കേണ്ടത്. ഇനി ഇവിടെ ഇമാമ് പുരുഷനാണെങ്കിൽ ഇമാമിനെ തൊട്ട് പിന്നിട്ടാണ്, എത്രയും പിന്താൻ പറ്റുമോ അത്രത്തോളം പിന്നിട്ടാണ് ഇമാമുമായി സ്ത്രീകള് നിൽക്കേണ്ടത്. ഇത് കഴിഞ്ഞ് പൊതുജമാഅത്ത്. ഇത് പൊതുജമാഅത്തിലെ എല്ലാവരും ഉൾപ്പെടും. പുരുഷകളും പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നതാണ് പൊതുജമാഅത്ത്. ഇതിന്റെ ക്രമം എന്ന് പറഞ്ഞാല് ആദ്യം ഇമാമ് നിൽക്കും, പിന്നെ അതിന്റെ അടുത്ത സൊഫായിട്ട് പുരുഷന്മാര്, പിന്നെ അതിന്റെ ബാക്കില് കുട്ടികൾ, പിന്നെ അതിന്റെ ബാക്കില് പുരുഷ, പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്ത്രീകൾ. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്ക് ഒരു പുരുഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് അവര് വലതു ഭാഗത്ത് കുറച്ച് വേഗത്തിലേക്ക് നിൽക്കണം. പിന്നെ ഒരാളും കൂടി വരികയാണെങ്കിൽ രണ്ടു ഭാഗത്ത് നിൽക്കാം. അങ്ങനെ ഇമാമിന് മുമ്പോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ ഇമാം മുമ്പോട്ട് പോയിട്ട് ഒരു ബേക്കിൽ സോഫയിൽ നിൽക്കണം. അല്ലെങ്കിൽ മുകളിൽ ബേക്കോട്ട് വന്നിട്ട് ബേക്കിൽ
ബാക്കിൽ സഫായിക്കണം. 3 പേരോടാണ് സഫായി നിൽക്കണമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സമാനം. ഭാര്യയും ഭർത്താവും തമ്മിൽ സമാനത്താവുന്നത് ഭർത്താവിനെ ഒന്നും കാണിച്ചുള്ളൂ, ഭാര്യയ്ക്ക് ഒന്നും കാണിച്ചില്ല. ഭാര്യക്ക് ഭർത്താവിന്റെ വലതുഭാഗത്തും കാണിച്ചില്ല, നേരെ ബാക്കിൽ മാത്രമേ കാണിച്ചുള്ളൂ. ഹജ്ജ് ഇസ്ലാമിന്റെ 5 തൂണുകളിൽ ഒന്നാണ്. വർഷത്തിൽ ഒരിക്കൽ ദുൽഹിജ്ജ മാസത്തിൽ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ മക്കയിൽ കൂടി നടത്തുന്ന മഹത്തായ ആരാധനയാണ്. ഹജ്ജിന്റെ ലക്ഷ്യം അള്ളാഹുവിനോടുള്ള സമർപ്പണം, ആത്മീയ ശുദ്ധീകരണം, ലോക മുസ്ലിം ഐക്യം. പ്രധാന ഘട്ടങ്ങൾ: ഇഹ്റാം ധരിക്കൽ, മക്കയിലുള്ള തവാഫ്, സഫാ മർവ സഅയ്, മിനയിൽ കല്ലെറിയൽ, അറഫാത്ത് നിൽപ്പ്, ഉദ്ഹിയ. സന്ദേശം: ഹജ്ജിന്റെ പുണ്യം, ക്ഷമ, സഹോദരത്വം എന്നിവ പഠിക്കാനുള്ള ആത്മീയ യാത്രയാണ്. ഹജ്ജിന്റെ രൂപം: ആദ്യം ഹജ്ജിന് ഇഹ്റാം ചെയ്യുക, അതിനുശേഷം തവാഫുൽ ഖുദൂം ചെയ്യുക, കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുക. അതിനുശേഷം സഅയ് എന്ന് പറഞ്ഞാല് സഫാ മർവ കുന്നുകൾക്കിടെ സഞ്ചരിക്കലാണ്. അത് കഴിഞ്ഞിട്ട് ദുൽഹിജ്ജ 8 മിനയിലേക്ക് പോവുക, 7 വട്ടം. അത് കഴിഞ്ഞിട്ട് ദുൽഹിജ്ജ 8 മിനയിലേക്ക് പോവുക. അപ്പോഴാണ് ഹജ്ജ് സ്റ്റാർട്ടാണത്. എന്നിട്ട് അവിടുന്ന് മഗ്‌രിബ് ഇശാ അവിടുന്ന് നിസ്കരിച്ച ശേഷം അവിടെ ചെലവഴിക്കുക. അന്ന് രാത്രി ഫുള്ള് അവിടെ ചെലവഴിക്കുക. ആ ദിവസത്തിനാണ് യൗമുൽ തർബിയ എന്ന് പറയുന്നത്. അതിനുശേഷം ദുൽഹിജ്ജ 9 രാവിലെ അറഫാഖുമയിലേക്ക് പോകുക. എന്നിട്ട് അവിടുന്നാണ് നമസ്കരിക്കുക. എന്നിട്ട് പ്രാർത്ഥനയിൽ മുഴുകുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും മഹത്തായ സ്ഥലം അറഫ മൈതാനാണ്. അതിനുശേഷം ഒരു സൂര്യാസ്തമയ സമയമാകുമ്പോ മുസ്ദലിഫയിലേക്ക് പോവുക. എന്നിട്ട് മഗ്‌രിബ് ഇശാ അവിടെ നിസ്കരിച്ച് അവിടെ രാത്രി മുഴുവൻ അവിടെ ചെലവഴിക്കുക. പിന്നെ പിറ്റേ ദിവസം ദുൽഹിജ്ജ 10 പെരുന്നാൾ ദിവസം. അന്ന് മിനയിലേക്ക് തന്നെ പോവാം. അവിടുന്ന് ജംറകൾക്ക് എല്ലാം, പിന്നെ മുടി കളയാ വെള്ളയിറക്കം അതൊക്കെ ചെയ്യാം. എന്നിട്ട് ഹറമുക്ക് വരാം. ഹറമുക്ക് വന്നിട്ട് തവാഫ് ഇബാദത്ത് ചെയ്യാം. പിന്നെയും മിനയിലേക്ക് തന്നെ പോവാം. അവിടെ ദുൽഹിജ്ജ 11-12 അല്ലെങ്കിൽ ദുൽഹിജ്ജ 11-12-13 ദിവസങ്ങളിൽ രാത്രി അവിടെ താമസിക്കാം. പിന്നെ രാവിലെ നമുക്ക് വരാം. തവാഫ് വിദാ ചെയ്യാം. അങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാവും. വെള്ളം ലഭ്യമല്ലാതാവുകയോ വെള്ളം ഉപയോഗിക്കാൻ തടസ്സമായ അസുഖങ്ങൾ ഉള്ളപ്പോൾ ചെയ്യുന്ന ഒരു ശുദ്ധീകരണ രീതിയാണ്. വെള്ളത്തിന് പകരം ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ച് നമസ്കരിക്കാനുള്ള ഒരു ശുദ്ധീകരണത്തിന് സഹായിക്കും. ഇസ്ലാമിൽ നിലവിലുള്ള ആവശ്യം തൈമം ഹിജ്റ 6-ാം വർഷമാണ് നിലവിൽ വന്നത്. സൂറത്തുൽ നിസാ 41-ാം സൂക്തത്തിൽ തൈമൂനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم مرضى على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. നിങ്ങൾ രോഗികളെ യാത്രക്കാരെ അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിസർജനം കഴിഞ്ഞ് വരികയോ ചെയ്താൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ശുദ്ധജലം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധമായ മണ്ണിനെ ശ്രദ്ധിക്കുക. നിശ്ചയം അല്ലാഹു ഏറെ മാപ്പ് നൽകുന്നതിനും കൊടുക്കുന്നതിനുമാണ്. ജാനത്തിലാണ് ഭൂമി മുഴുവൻ എനിക്കും എന്റെ കുടുംബത്തിനും ശുദ്ധിയുള്ളതും നിസ്കരിക്കാനുള്ളതും ആക്കപ്പെട്ടു. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽപ്പെട്ട ഏതൊരാളും
ഇരിക്കുന്നു. അവന്റെ അടുക്കൽ തന്റെ ശക്തിയുണ്ട്. 17 രൂപ. കിബിലക്ക് മുന്നിടുക, ബിസ്മി ചൊല്ലുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മിസ്വാക്ക് ചെയ്യുക. പാഴാക്കപ്പെട്ട നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി തയ്യാർ ചെയ്യുവാൻ നിയന്ത്രിക്കുക. ഒന്നാമത്തെ അടിയിൽ മോതിരം മുറിയേറ്റ സുന്നത്താണ്. രണ്ടാമത്തെ അടിയിൽ മോതിരം നിർബന്ധമാണ്. ഒരു അടി അടിക്കുക, മണ്ണിനെ രൂപീകരിക്കുക, മുഖം തടവുക. മുഖം തടവുന്ന സമയത്ത് മൂക്കിന്റെ താഴ്ഭാഗവും താടിയിൽ നിന്ന് പ്രകടമാകുന്ന ഭാഗവും സൂക്ഷിക്കണം. രണ്ടാമത്തെ അടി അടിക്കുക, മണ്ണിനെ രൂപീകരിക്കുക. ഇടത്തെ കൈയിന്റെ വള്ളക്കൊണ്ട് വലത്തെ കൈയിന്റെ പുറഭാഗം തടവുക. പിന്നീട് അതിനെ കൈമുട്ടിന്റെ പുറഭാഗത്തിലേക്ക് നടത്തുക. ഇനി ഇടത്തെ കൈയിന്റെ പഴക്കൊണ്ട് വലത്തെ കൈയിന്റെ കൈമുട്ടിന്റെ പഴ തടവുക. ഇടത്തെ കൈയിന്റെ തണലിന്റെ പഴക്കൊണ്ട് വലത്തെ കൈയിന്റെ തണലിന്റെ പുറഭാഗം തടവുക. ഇപ്രകാരം വലത്തെ കൈകൊണ്ട് ഇടത്തേക്ക് തടവുക. മുൻകൈന്റെ പഴക്കൊണ്ട് മറ്റേ മുൻകൈന്റെ പഴം തടവുക. കൈകൊണ്ട് കൊണ്ടിട്ടുള്ളവരെ തീക്കാതിരിക്കുക. തൈമം ചെയ്തതിനു ശേഷം പൊതുവാന് ശേഷമുള്ള അധികം തുറന്നു ചെയ്യുക. എത്ര കാത്തു സ്വലത്ത് നിസ്കരിക്കുക. നിസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതുവരെ ശരീരത്തിലെ മഞ്ഞ നീക്കം ചെയ്യാതിരിക്കുക. സന്ദേശം: തൈമം മുസ്ലിങ്ങൾക്ക് വെള്ളമില്ലാത്ത സാഹചര്യത്തിലും ആരാധന വിട്ടുപോകാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഇസ്ലാമിന്റെ കരുണാപൂർണ്ണ നിയമമാണ്. അള്ളാഹുതാല പറയുന്നു, നമ്മൾ ജാലാനിക്കും ഫിദിയും വിഹാരം പരാസരമായ ഒന്നും ദീനിൽ നിയമമാക്കിയിട്ടില്ല. ഇതിന് സർവാധിസരണം പറയുന്നു, ഇന്ന ദീനിൽ ദീൻ എളുപ്പമാണ്. യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾക്കൊണ്ട് ഇസ്ലാം നൽകിയ ഇളവുകൾ നമ്മളെ വിളിക്കുകയാണ്. നിസ്കാരം റക്അത്തുകൾ ശരിക്കും നിസ്കരിക്കുന്നതിന് കസ്റെന്നും ഒരു നിസ്കാരത്തിന്റെ സമയത്ത് തന്നെ മറ്റേ നിസ്കാരങ്ങളുടെ ഒരുമിച്ച് നിസ്കരിക്കുന്നത് ജമാഅത്ത് പറയും. സൂറത്ത് നിസായിലെ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നിസ്കാരം കസറാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മള് ദൂരയാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം നാടെന്ന് നിൽക്കുക. സ്വന്തം നാട് വിട്ട് കടന്നതിന് ശേഷം സഹിയായ ആവശ്യത്തിന് വേണ്ടിയുള്ള ഹലാലായ യാത്രയാണെങ്കിൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ 2 റക്അത്താക്കി സ്വീകരിക്കാം. ഈ ദൂരയാത്ര എന്ന് പറഞ്ഞാല് അത് 2 മർഹലയാണ്. ഈ 2 മർഹല എന്ന് പറഞ്ഞാല് 48 ഹാസിന്റെ മൈലാണ്. 48 ഹാസിന്റെ മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 132 കിലോമീറ്റർ. അങ്ങനെ ഇത്ര ദൂരമുള്ള യാത്രയില് നമ്മളെ അതായ നിസ്കാരങ്ങളും പിന്നെ യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളും നമുക്ക് നിസ്കരിക്കേണ്ടതാണ്. ഇനി 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും നിസ്കരിക്കുന്നതിനേക്കാളും അഫ്സല് പൂർണ്ണമായിട്ട് നിസ്കരിക്കലാണ്. ഇനി ഇതിനെക്കാട്ടിയും കൂടുതലുണ്ട്. 3 മർഹലുണ്ട്. അതായത് 198 കിലോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും നിസ്കരിക്കലാണ് അഫ്സല്. അഫ്സല് ശരിക്കും നിസ്കരിക്കാനാണ്. പിന്നെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കും പിന്നെ കുടുംബക്കാരായിട്ട് കപ്പത്താനായിട്ട് ജോലി ചെയ്യുന്നവർക്കും അവിടെ പൂർണ്ണമായിട്ട് നിസ്കരിക്കലാണ് അഫ്സല്. വീട്ടിൽ ശരിക്കും നിസ്കരിക്കല് അവർക്ക് എത്ര ആയാലും പൂർണ്ണമായിട്ട് നിസ്കരിക്കലാണ്. പിന്നെ അഫ്സലിന്റെ ശർത്തുകളാണ് അവിടെ കൊടുത്തത്. പിന്നെ ജുമാ എന്ന് പറഞ്ഞാല് 2 സമയത്തുള്ള നിസ്കാരങ്ങളെ ഒരു സമയത്താക്കിയിട്ട് ശരിക്കും നിസ്കരിക്കുന്നതിനാണ് ജുമാ എന്ന് പറയുന്നത്. ജുമാ 100 മാസം തമ്മിലും വളരെ വിശ്വാസം തമ്മിലും മാത്രമേ ജുമാ ഉള്ളത്. അത് മാത്രമേ ജുമാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവ 2 തമ്മിൽ ഒന്നിച്ചൊക്കെ ജമാക്കലേണ്ടതിനെയാണ്. പക്ഷെ ജുമാന്റെ സമയത്ത് അവിടെ ഒന്നിച്ച് ജമാക്കൽ മാത്രമേ അനുവദനീയാവുള്ളൂ. കാരണം ജുമാ പിന്തിക്കാൻ പറ്റില്ല. ജുമാന്റെ സമയത്ത് വൈകിട്ടെ. അതുകൊണ്ട്
നിന്റെ വിജയ മാത്രമായിരിക്കും ശസ്ത്രത. ഇതാണ് മയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കുളി. അതിനുശേഷം 2, 3 തവണ കുളിപ്പിക്കും. 3 തവണ കുളിപ്പിക്കലാണ് സുന്നത്ത്. ഇനി അത് കഴിഞ്ഞിട്ടും വൃത്തിയായിട്ടില്ലെങ്കിൽ മയത്തിനെ ഒറ്റയായിട്ട് കുളിപ്പിക്കലാണ് നല്ലത്. ഇതാണ് മയത്തിന്റെ കുളിയുടെ പൂർണ്ണ രൂപം. കഴിഞ്ഞ സെഷനുകളിലെല്ലാം നിങ്ങൾ കേട്ടത് കർമ്മശാസ്ത്ര പുസ്തകങ്ങളാണ്. കർമ്മശാസ്ത്ര വിദ്യയിലക്കുകൾ വിവരിക്കുന്ന ഷാഫിഈ മദ്ഹബിലെ ചില ഗ്രന്ഥങ്ങളാണിത്. മതത്തിലെ നിയമങ്ങൾ സ്വന്തമായി ആർക്കും നിർമ്മിക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്കൊരു ശൃംഖലാ സ്വഭാവം കാണാം. ഉദാഹരണത്തിന് ഖുർആൻ അക്കാദമിയിൽ അധ്യാപനം നടത്തുന്ന ഒരു ഗ്രന്ഥമാണ് കോടമ്പുഴ ബാബുസ്ലാം രചിച്ച ഖുലാസത്തുൽ ഫിഖ്ഹ് ഇസ്ലാമി. കലാമുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പേന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നിലവിൽ ജീവിച്ചിരിക്കുന്ന ഉസ്താദ് കൂടിയാണ് കോടമ്പുഴ ബാബുസ്ലാം. അതുപോലെ തന്നെ ഇത് ഫത്ഹുൽ മുഈൻ ബിശറഹ് ഖുറത്തുൽ മുഹിമ്മാത്തിദ്ദീൻ. ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം സബലാണ് ഫത്ഹുൽ മുഈൻ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഫത്ഹുൽ മുഈന്റെ സംക്ഷിപ്തമായി രചിച്ചതാണ് ഖുലാസത്തുൽ ഫിഖ്ഹ് ഇസ്ലാമി. കുട്ടികളുടെ ലളിതമായ രൂപത്തിൽ തയ്യാറാക്കിയതാണ് ഖുലാസ. അതുപോലെ ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനങ്ങളാണ് തഫ്സീറുൽ മുസ്തഫീദി, ഇആനത്തുൽ ത്വാലിബീൻ. ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുൽ മഖ്ദൂമിന്റെ ഉസ്താദായ ഇമാം അഹ്മദ് ബിൻ ഹസൻ ഹൈതമി റഹിമഹുല്ലാഹ് രചിച്ചതാണ് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഈ 10 ഭാഗങ്ങളുള്ള കിതാബ്. ഫത്ഹുൽ മുഈൻ ശൈഖുന പറയുന്നു എന്ന് നമുക്ക് കാണാം. ഈ ശൈഖുന ആരെയാണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സൈനുൽ മഖ്ദൂമിന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹസൻ ഹൈതമി റഹിമഹുല്ലയാണ്. അതുപോലെ ഫിഖ്ഹിന്റെ മറ്റൊരു കിതാബാണ് ഉശുറുൽ കരീം എന്ന ഈ കിതാബ്. അബ്ദുറഹ്മാൻ ബാഫൂരി ഹറമിയാണ് ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. അതുപോലെ അതേ ആൾ തന്നെയാണ് മുഖദ്ദിമത്തുൽ ഹറാമിയ എന്ന ഈ കിതാബ് രചിച്ചിട്ടുള്ളത്. ഈ കിതാബിന്റെ വ്യാഖ്യാനമായിട്ട് തുഹ്ഫ രചിച്ച സൈനുൽ മഖ്ദൂമിന്റെ ഉസ്താദായ അഹ്മദ് ബിൻ ഹസൻ ഹൈതമിയാണ് ഹവാശിൽ മദനിയ എന്ന മുഖദ്ദിമത്തുൽ ഹറാമിയത്തെ ശറഹ് എഴുതിയിട്ടുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം വരയുടെ മുകൾ ഭാഗം ആണ് അഹ്മദ് ബിൻ ഹസൻ ഹൈതമി റഹിമഹുള്ളാഹുവിന്റെ ശറഹ്. വരയുടെ താഴത്തേക്കുള്ള ഭാഗം സുലൈമാൻ കുർദി എന്ന വേറൊരു ഉസ്താദാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ 2 ആളോട് തയ്യാറാക്കിയ മുഖദ്ദിമത്തുൽ ഹറാമിയുടെ ശറഹാണ് ഹവാശിൽ മദനിയ എന്ന ഈ കിതാബ്. ഫിഖ്ഹ് 4 ഭാഗങ്ങളുണ്ട്: ഇബാദത്ത്, മുആമലാത്ത്, മുനാകഹാത്ത്, ജിനായത്ത്. അത് മൊത്തം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഫത്ഹുൽ മുഈൻ. അതിൽ നിന്ന് ഇബാദത്തിലാണെങ്കിൽ ശുചീകരണത്തെ പറ്റിയൊക്കെ പറയുന്നത്. അതിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹൈദ്, നിഫാസ്, ഇസ്തിഹാദ് എന്നീ വിഷയങ്ങളുടെ വിധിവിലക്കുകളെ പറ്റി മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് രചിച്ച കിതാബാണ് അൽ ഇബാനത്ത് വൽ ഇഫാദ എന്ന് പറയുന്ന ഈ കിതാബ്. ലളിതമായ രൂപത്തിൽ രചിച്ചിട്ടുള്ള ഈ കിതാബാണ്. മരക്ക് ചെയ്തിട്ട് സെറ്റ് ഇന്നലെ ഒരു പരിപാടിയും ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി അവതരണം. ആ ഫ്ലുവന്റ് ചെറിയ കുട്ടികൾ വരെ മസാലകളൊക്കെ പറഞ്ഞു നല്ല മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പരസ്യനാട്ടിൽ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പരിപാടി ഇവിടെ സംവിധാനിച്ചിട്ടുള്ളതും അവതരിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലൊരു സ്വീകരണം. അവിടെ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നൈസിസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി
നടത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകതയും ഈ പരിപാടിക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തി എന്നുള്ളത് ഒരു ആഴത്തിലേറിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ചിത്രങ്ങളാണ്. ഇപ്പൊ നമ്മൾ കയറി നടക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ഇസ്ലാമിക എത്തിയതിനെ സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു പെയിന്റിങ്. അതൊക്കെ വളരെ അടിപൊളിയായി നല്ല ആശയമുള്ള നല്ല ചിന്തിക്കുന്ന കുട്ടികൾ ചെയ്തതാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ